സിക്ലാഗിലേക്ക് മടങ്ങി വന്ന ദാവീദും ദാവീദിൻ്റെ കൂടെയുള്ളവരും കണ്ടത്. സിക്ലാഗിൽ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ശത്രു സൈന്യം അപഹരിച്ചുകൊണ്ടുപോയ കാഴ്ചയാണ് അവർ കണ്ടത്. സമ്പാദ്യം മാത്രമല്ല അപഹരിച്ചുകൊണ്ടുപോയത്, അവരുടെ ഭാര്യമാർ, മക്കൾ എല്ലാം ശത്രു അപഹരിച്ചുകൊണ്ടുപോയ ഒരു കാഴ്ച. വചനം പറയുകയാണ്, അവർക്ക് കരയാനാവതില്ലാതാവോളം അവർ കരഞ്ഞു എന്ന്. ജീവിതത്തിൽ സമ്പാദ്യം നഷ്ടമായാൽ ആരോഗ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സമ്പാദിക്കാം. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായാലോ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും, ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ദാവീദിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിന്റെ എടുത്തുചാട്ടമാണ് ഇതിനൊക്കെ കാരണം എന്നുള്ള രീതിയിൽ ദാവീദിനെ കുറ്റം പറയാനും വിധിക്കാനും അവൻ്റെ നേരെ കല്ലെറിയാനുമൊക്കെ ആൾക്കാർ മുതിർന്നു. അതിൻ്റെ നടുവിലും തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദാവീദ് ബലപ്പെട്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, ജീവിതമാകുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം, കൂടെയുള്ളവരൊക്കെ നമ്മളെ വിധിച്ചെന്ന് വരാം. പക്ഷേ അതിൻ്റെ നടുവിലും പതറിപ്പോവാതെ ദൈവത്തിൽ ആശ്രയിച്ച് ബലപ്പെടുക. ദൈവത്തോട് ദാവീദ് അരുളപ്പാട് ചോദിച്ചു, ദൈവമേ, എനിക്ക് നഷ്ടമായതിലേക്ക് തിരിച്ചു പിടിക്കാൻ ഞാൻ ഇറങ്ങിത്തിരിക്കട്ടെ. ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ എനിക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. ദൈവം ദാവീദിനോട് പറഞ്ഞു, ഇറങ്ങിത്തിരിക്കുക, നഷ്ടപ്പെട്ടതിനെ നീ തിരിച്ചു പിടിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, എല്ലാം വിധിയാണെന്ന് വിചാരിച്ച് ഒരു മൂലക്കൊതുങ്ങാതെ ദാവീദ് ചെയ്തതുപോലെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ മുന്നോട്ടിറങ്ങിയതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടിറങ്ങുക. നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരിച്ചു പിടിക്കാം. ആമേൻ.